ഹായ്, ഇറ്റ്സ് മീ അഞ്ജു. വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ ഞാൻ എൻ്റെ ഒരു ഹെയറിൽ യൂസ് ചെയ്യുന്ന ഒരു മാസ്കിനെ പറ്റി, ഒരു പ്രോട്ടീൻ മാസ്കിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടോ ഞാൻ വന്നത്. ഇത് ഞാനിപ്പം വർഷങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. എന്നെ കൊതുക് കടിക്കുന്നു, ഇവിടെ ഭയങ്കര കൊതുകാണ്. വർഷങ്ങളായിട്ട് ഇത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുള്ളൂ. കാരണം എനിക്ക് കുഞ്ഞൊരു മോനുണ്ട്. അപ്പം എനിക്ക് മോൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ട സമയം ഇതും അങ്ങനെ അങ്ങോട്ട് മാനേജ് ആവുന്നില്ല. അപ്പം അതുകൊണ്ട് ഇപ്പം ഞാൻ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയുള്ളൂ. ഒരാഴ്ച എന്ന് വെച്ചാൽ വീക്ക്ലി വൺസ് ഒക്കെ. അതെന്ന് വെച്ചാൽ എൻ്റെ ഹെയർ ഇപ്പം കുറച്ച് ഫ്രിസി ആകാനൊക്കെ തുടങ്ങി. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഹെയർ മാസ്ക് യൂസ് ചെയ്യുന്നു കേട്ടോ. ഇത് ഞാൻ ഇപ്പം എൻ്റെ ഇത് ഷോർട്ട് ഹെയർ ആണ്. അപ്പം ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടേക്കുന്നതാണ്. എനിക്കിങ്ങനെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടതാ. ഇതിന് മുമ്പ് കുറച്ച് നാൾ മുമ്പൊക്കെ എൻ്റെ ഹെയർ എന്ന് വെച്ചാൽ നല്ല ലോങ് ഹെയർ ആയിരുന്നു. അതായത് ബാക്ക് സൈഡ് ഹിപ്പിൻ്റെ അവിടം വരെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നല്ല ലോങ് ഹെയർ ആയിരുന്നു. അപ്പം അത് കുറച്ച് വർഷം മുമ്പേ കേട്ടോ, ഇപ്പോഴൊന്നുമല്ല, കുറച്ച് വർഷം മുന്നേ. അപ്പം ആ സമയത്ത് നമുക്ക് മുടി കുറേ ഉള്ള സമയത്ത് നമുക്ക് കുറച്ച് മുടീനെ കെയർ ചെയ്യുന്നൊക്കെ കൂടുതലായിരിക്കുമല്ലോ. അതുകൊണ്ട് ആ സമയത്ത് നന്നായിട്ട് ഞാൻ എൻ്റെ ഹെയറിനെ നന്നായിട്ട് നോക്കുമായിരുന്നു, കെയർ ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പാക്കാണിത്. എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ഒരു പാക്കാട്ടോ ഇത്. എൻ്റെ മുടി കൊഴിച്ചിൽ നിന്നു, പിന്നെ മുടി നന്നായിട്ട് വളരാൻ സഹായിച്ച ഒരു പാക്കാണിത്. നന്നായിട്ട് വളർന്നു കേട്ടോ. പിന്നെ നല്ല സ്മൂത്തായി, നല്ല ഷൈനി ഹെയർ കിട്ടി. പിന്നെ മുടിക്കൊരു സ്ട്രെങ്ത് വെച്ചു എന്ന് വേണം പറയാം. നല്ലൊരു സ്ട്രെങ്ത് ഹെയർ ആയി. അപ്പം ഇങ്ങനെയൊക്കെ എനിക്ക് ഈ ഹെയർ പാക്ക് കൊണ്ട് ഗുണം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒരു ഹെയർ പാക്കിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഓക്കെ, നമുക്ക് ഈ ഹെയർ പാക്കിന് ആദ്യം വേണ്ടത് എന്താ ഉലുവയാട്ടോ. കാണാൻ പറ്റുന്നുണ്ട്, ഉലുവയാണ് ഫസ്റ്റ് തന്നെ വേണ്ടത്. ഇത് ഞാൻ തലേന്ന് സോക്ക് ചെയ്ത് വെച്ച ഉലുവയാട്ടോ. അപ്പൊ ഇതിന്റെ ഈ വെള്ളവും വേണം, ഈ ഉലുവ, ഇത് രണ്ടും വേണം കേട്ടോ നമുക്ക്. അതായത് പാക്കിന് അത് മിക്സിയിലിട്ട് അടിച്ചെടുക്കും കേട്ടോ. വേറെ കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട്, ഞാൻ പറയാം. അപ്പൊ ഈ ഉലുവ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലതാട്ടോ. ഞാൻ ഈ ഉലുവ തന്നെയാണേലും മുടിയിൽ, അതായത് ഈ ഉലുവ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇതിന്റെ വെള്ളം ഉണ്ടല്ലോ, അത് കുളിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു അരമണിക്കൂർ മുമ്പേ ഹെയറിൽ, ഈ റൂട്ടിലും പിന്നെ ഹെയറിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് വാഷ് ചെയ്ത് കളയും. അപ്പൊ എന്റെ മുടി കൊഴിച്ചിലൊക്കെ കുറച്ച് കുറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഉലുവ ഇത് നമ്മുടെ മുടി വളരാൻ ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ മുടി കൊഴിയുന്നതിന് നല്ലതാണ്. പിന്നെ സ്ട്രെങ്തം വെക്കാൻ നല്ലതാണ്. പല ഗുണങ്ങളുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ അപ്പം ഉലുവയാണ് ഒന്നാമത്തേത്. പിന്നുണ്ടല്ലോ, ഈ ഉലുവ യൂസ് ചെയ്തപ്പം എൻ്റെ ഹെയർ കുറച്ച് ഡ്രൈ ആക്കുന്ന പോലെ തോന്നിട്ടോ. എൻ്റെ ഹെയർ ഓൾറെഡി ഒരു ഡ്രൈ ഹെയറാ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. നിങ്ങളുടെ ഹെയർ ടൈപ്പ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ലോ. എൻ്റെ ഹെയർ കുറച്ച് ഡ്രൈ ഹെയർ ആട്ടോ, അതുകൊണ്ടായിരിക്കാം. പിന്നെ ഈ ഉലുവേനെ കുറിച്ച് എനിക്ക് ആദ്യം ഇതിന്റെ യൂസിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. എനിക്ക് നല്ല ഹെയർ ഫാൾ ഉണ്ടായിരുന്നു, നന്നായിട്ട് നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. അപ്പം ഞാൻ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്തു എന്തെങ്കിലും ഉണ്ടോ കിട്ടുമോന്ന്. അപ്പൊ നോക്കിയപ്പം ഇഷ്ടം പോലെയാണ് ഉലുവേനെ. ഫസ്റ്റ് നോക്കിയപ്പോൾ തന്നെ ഉലുവേനെ കുറിച്ചുള്ള ബെനിഫിറ്റുകളാണ് ഫുള്ളും കണ്ടത്. പിന്നെ ഇത് യൂസ് ചെയ്യുന്നതിനെ പറ്റി ഹെയർ ഗ്രോത്ത് ചലഞ്ചസ് അങ്ങനെയൊക്കെ കണ്ടു. അപ്പൊ പിന്നെ എന്നാൽ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അങ്ങനെ നോക്കിയപ്പം എനിക്ക് നല്ല മാറ്റമുണ്ട്, റിസൾട്ട് ഉണ്ട്. നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ചെയ്യാൻ സഹായിച്ചു, ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഇനി നമ്മുടെ ഹെയർ മാസ്കിന് അടുത്തായിട്ട് വേണ്ടത് എഗ് ആട്ടോ. മുടിക്ക് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ നൽകുന്ന സാധനമായിട്ട് എഗ് എന്ന് പറയുന്നത്. ഹെയർ സ്ട്രെങ്തനാക്കാൻ സഹായിക്കും, സ്മൂത്ത് ആക്കാൻ, ഷൈനി, പിന്നെ മുടി കൊഴിച്ചിൽ വളരാൻ സഹായിക്കും. ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉള്ള സാധനമാട്ടോ ഇത്. അതുകൊണ്ട് നമുക്ക് എഗ് ഒരെണ്ണം വേണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പാക്കിന് അടുത്തതായിട്ട് വേണ്ടത് തേങ്ങ ചിരകിയതാട്ടോ. ഇതിപ്പോ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ, കാരണം എൻ്റെ ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് എൻ്റെ മുടിക്ക് ഇത്രയും തേങ്ങ മതി. നിങ്ങളുടെ ഹെയർ ലോങ് ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് കൂടുതൽ എടുക്കാം കേട്ടോ. ഇത് കൂടുതൽ തേങ്ങ എടുക്കാം. പിന്നീട് ഉലുവയും അത് കൂടുതൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് കേട്ടോ ഇത്ര എടുത്തത്. അപ്പം തേങ്ങേന്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നല്ല മോയ്സ്ചറാണ്, പിന്നെ സിൽക്കി ഹെയർ ഗ്രോത്തിന് എല്ലാം വളരെ നല്ലതാട്ടോ. തേങ്ങാപ്പാലായതുകൊണ്ട് കുറച്ചുകൂടെ ഗുണം കിട്ടും. അപ്പം അങ്ങനെ തേങ്ങ ചിരകിയത്. ഇനി നമുക്ക് ലാസ്റ്റ് വേണ്ടത് ഫൈനലി ഒരു കോക്കനട്ട് ഓയിൽ ആട്ടോ. ഇതിലാണ് ഞങ്ങളുടെ വീട്ടിൽ വെളിച്ചെണ്ണ ഒഴിച്ചു വെക്കുന്നത് കേട്ടോ. അപ്പം കോക്കനട്ട് ഓയിലാണ് വേണ്ടത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിന്റെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞങ്ങൾ വീട്ടിൽ തന്നെ ആട്ടിയ വെളിച്ചെണ്ണയാട്ടോ. ഇത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഹെയർ കുറച്ച് ഡ്രൈ ആണ്. അപ്പം അതുകൊണ്ട് അതിനൊന്ന് മാനേജ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെളിച്ചെണ്ണ കുറച്ചേ ഉള്ളൂ കേട്ടോ, കുറച്ചേ ഒഴിക്കത്തുള്ളൂ വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ തേങ്ങ ചിരകിയത് ഓൾറെഡി ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് അത് തന്നെ ഇട്ടപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ ഈ ഓയിൽ
അതായത് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ എനിക്ക് ഫസ്റ്റ് തേങ്ങ ചിരകിയതും മറ്റേതെല്ലാം ഇട്ടപ്പം തേങ്ങ ചിരകിയതും ഉലുവ മുട്ടയും മാത്രമായിരുന്നു ഞാൻ എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്ത്. പക്ഷെ അത് തന്നെ ഇട്ടപ്പോൾ എൻ്റെ ഹെയർ കുറച്ച് ഡ്രൈ ആക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ അതിനുശേഷം ഞാൻ എന്താക്കി, കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്തു. അപ്പം അങ്ങനെ ഹെയർ ഡ്രൈ ആക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഓയിലും കൂടെ ആഡ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളുടെ ഇപ്പം ഡ്രൈ ഹെയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഓയിൽ സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഈ സാധനങ്ങളൊക്കെ, അതായത് ഉലുവ, തേങ്ങ ചിരകിയത്, മുട്ട, പിന്നെ ഓയിൽ, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവയൊക്കെ ഉണ്ടല്ലോ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം നന്നായിട്ട്. ഫസ്റ്റ് ഇതിലോട്ട് ഉലുവ ഇടാട്ടോ. ഉലുവ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഉലുവേൻ്റെ തലേന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ ഉലുവ വെള്ളം ഒഴിക്കുന്നുണ്ട്, ഉലുവ ഇടുന്നുണ്ട് കേട്ടോ. അടുത്തത് തേങ്ങ ചിരണ്ടിയത്, അത് തേങ്ങ ചിരണ്ടിയത് ഇടുന്നു. മുട്ടയാണേ, മുട്ട പൊട്ടിച്ചിട്ടിടാം. മൂന്നും കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം നമുക്ക്. ഓയിലിൻ്റെ കാര്യം മറന്നു പോയില്ലേ, ഓയിൽ നമുക്ക് 1 ടീസ്പൂൺ ഒഴിക്കാം കേട്ടോ. വെള്ളവും കൂടി ഒഴിക്കാം ഇതിലോട്ട്, കുറച്ച് മതിയിട്ട്. നമുക്കിതാ മിക്സിയിൽ അടിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് വന്നേ. ഹെയർ നോക്കിക്കേ, ഇപ്പം കുറച്ച് ഫ്രിസിയാണ് കണ്ടോ, കുറച്ച് ഫ്രിസിയാണ് ഇപ്പൊ ഹെയർ. ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കാം. ഇത് കഴുകി കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് തിക്കായതുകൊണ്ട് ഇങ്ങനെ വഴവഴാൻ അങ്ങനെ ഇരിക്കും. നന്നായിട്ട് കളയേണ്ടി വരും ഹെയറിൽ നിന്ന്. ചെറിയൊരു തരിതരി ഉണ്ടാവും വാഷ് ചെയ്ത് കളയുമ്പോൾ. അപ്പം നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകുക. ഞാൻ പക്ഷെ ഇന്ന് തന്നെ ഷാമ്പു ഇടില്ല കേട്ടോ. ഞാൻ നാളെ തല കഴുകുമ്പോഴാണ് സാധാരണ ഷാമ്പു ഇടാറ്. കാരണം ഇതൊന്ന് തലയിൽ പിടിക്കട്ടെ എന്ന് വിചാരിച്ച്. വേണ്ടവർക്ക് ഇന്ന് വേണമെങ്കിൽ ഷാമ്പു ഇട്ട് കളയാം. ഈ എഗ്ഗിന്റെ സ്മെല്ലുണ്ടാവുമെന്ന് പേടിക്കൊന്നും വേണ്ട കേട്ടോ. കാരണം ഞാനത് വിചാരിച്ചായിരുന്നു, എഗ്ഗിന് നല്ല ഒരു സ്മെല്ലുണ്ടല്ലോ, അപ്പം അതുണ്ടാവുന്ന വിചാരിച്ചത്. പക്ഷെ എഗ്ഗിന്റെ സ്മെല്ലൊന്നുമില്ല, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. മുനിയമ്മ ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് നല്ലൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഒരു 20 മിനിറ്റ്സ് നമുക്ക് ഹെയറിൽ നമുക്ക് വെക്കാം. ഓക്കെ, എന്നാൽ നമുക്കിനി ഹെയറൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. കുറച്ച് നല്ല സ്മൂത്തായ പോലെ, പിന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയില്ല, അതാ എനിക്ക് നല്ല ഷൈനി ആയ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെയാണെന്ന് എന്നിട്ട് കമൻറ്റ് ഇടണേ. വീക്ക്ലി വൺസ് എങ്കിലും ചെയ്യാൻ നോക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചാൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും ഹെയറിന്. ഓക്കെ, എന്നാൽ പിന്നെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.